പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുമുങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ച സംഭവിച്ചുവെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനം അപര്യാപ്തം എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി കൈമാറി. അതേസമയം പുഴയിൽ രാസമാലിന്യം കലർന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മത്സ്യസമുദ്ര ഗവേഷണ സർവകലാശാലയുടെ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് സബ് കളക്ടറുടെ കണ്ടെത്തലുകൾ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനം അപര്യാപ്തമാണ്. മത്സ്യകർഷകരെ ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണം. പെരിയാറിനുണ്ടായ പാരിസ്ഥിതിക തിരിച്ചടി വിശദമായി പരിശോധിക്കണം. മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. പെരിയാറിൽ രാസമാലിന്യം കലർന്നതല്ല മത്സ്യക്കുരുതിക്ക് കാരണമെന്ന പരിശോധനാ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിൽ മാലിന്യമൊഴുക്കിയ AK കെമിക്കൽസ്, അർജുന നാച്ചുറൽസ് എന്നീ കമ്പനികൾക്ക് നോട്ടീസ് നൽകും. അതെന്ന് വെച്ചാൽ അവർ ഇവിടുന്ന് കുറെ കേബിൾ ബ്രേക്കേജ് ഉണ്ട്. അതെല്ലാം നോക്കാനായിട്ടുള്ള സമയമെടുക്കും. നമ്മളുടെ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം ഒന്നും കാണുന്നില്ല, രാസമാലിന്യങ്ങളുടെ പ്രസൻസ് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല ഇതുവരെ. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റിന്റെ പ്രസൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല. റീസൺ നമുക്ക് അറിയില്ല. ഇപ്പോൾ കുഫോസിന്റെ കൂടെ റിപ്പോർട്ട് നമ്മൾ കുഫോസിനും ഫിഷ് സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഫോസിന്റെ റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. പെരിയാറിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ചു. ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഇന്ന് ആരംഭിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറുപടി. 24 കൊച്ചി. ടൈറ്റസ് ജോസ് പറയുകയാണ്, സത്യം വിളിച്ചു പറയുന്നവൻ എന്നും അധികാരവർഗത്തിന്റെ കണ്ണിലെ കരടായിരിക്കും. ധൈര്യമായി മുന്നോട്ട് പോവുക. ഞങ്ങളെപ്പോലെ 10,000 കൂടെയുണ്ട്. ആ ധൈര്യമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളുടെ മാർഗ്ഗദീപം, ഞങ്ങളുടെ വഴിവിളക്ക്. കാര്യം തർക്കമില്ല. അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നൊക്കെയാണ് പ്രമാണമെങ്കിലും സാധാരണക്കാരനെ അല്ലെങ്കിൽ പാവപ്പെട്ടവനെ, അടിസ്ഥാന വർഗത്തെ ബാധിക്കുന്ന ആദിവാസി മേഖലയിലെ അടക്കം പ്രശ്നങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനി ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.